സമൂഹം നശിച്ചു പോയത് എങ്ങനെയാ, നമ്മുടെ കുടുംബം തകർന്നത് എങ്ങനെയാ. ഗൾഫുകാരന്റെ ഭാര്യ അവനെ വിട്ടിട്ട് അവസാനം ഓടിപ്പോകുന്ന കഥ പറയുമ്പോ, പാവപ്പെട്ട ഗൾഫുകാരൻ തകർന്നു പോകുമ്പോ ഇതിലൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കണേ. പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്, അവന്റെ ക്യാമറക്കുള്ളിലാണെന്ന് മറുപടി പറഞ്ഞ പെണ്ണിനെ കണ്ടപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മക്ക ഭരിക്കുന്ന ഏകാധിപതിയായ രാജാവ് ആ ചെറ്റക്കുടിലേക്ക് നടന്നു. വാതിലിൽ മുട്ടി പേടിച്ചു വാതിൽ തുറന്നപ്പോൾ ഉമറാണ്. ആ പെൺകുട്ടി പേടിച്ചു വിറച്ചുപോയി. ഇന്നലെ രാത്രി എന്റെ ഉമ്മയുടെ സംഭാഷണം ഉമർ അറിഞ്ഞിരിക്കുന്നുവോ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ അല്ലാഹുവിനെ പേടിയുള്ള പൊന്നുമോളെ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നു മോളെ? പേടിച്ചുപോയി പാവപ്പെട്ട പെൺകൊടി, പേടിച്ചുപോയി പാവപ്പെട്ട പെൺകൊടി. 16 വയസ്സുകാര് പേടിച്ചുപോയി. മംഗലാപുരത്തെയും കോഴിക്കോടെയും എഞ്ചിനീയറിംഗ് കോളേജിലെ മക്കളെ പഠിപ്പിക്കാൻ വിട്ട് കലാലയത്തിന്റെ കലാപ കാലുഷ്യത്തിൽ നിന്ന് വൈകുന്നേരം ഹോസ്റ്റലിൽ പോകുമ്പോ പാതിരാ സമയങ്ങളിൽ പെൺകുട്ടികളെ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഉള്ളിൽ പേക്കൂട്ടുകൾ നടത്തിയിട്ട് തങ്ങളുടെ ലൈംഗിക ചേട്ടകൾ വാട്സാപ്പിലൂടെ ലോകത്ത് പ്രചരിച്ചു പോകുമ്പോ അന്യ സംസ്ഥാനങ്ങളിലേക്കും മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ബാംഗ്ലൂരിലെയും മംഗലാപുരത്തിലെയും ഹോസ്റ്റലുകളിൽ നടക്കുന്നത് അനാശാസ്യത്തിന്റെ അശ്ലീലതയുടെ അനാവശ്യത്തിന്റെ ഏറ്റവും വലിയ ആധിരമ്പരാണ് കേൾക്കുന്നതെങ്കിൽ ഹോസ്റ്റലുകളിൽ ലെസ്ബിയൻസുകളായ പെൺകുട്ടികൾ നടക്കുന്ന പ്രേമപേത്തുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോ അല്ലാഹുവിനെ പേടിയില്ലാത്ത പെണ്ണേ, പാതിരാത്രിയിൽ പാലിന് വെള്ളം ചേർക്കാൻ പടച്ചറപ്പിനെ പേടിച്ചിട്ട് വിസമ്മതിച്ച പെണ്ണിനോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ നീ എന്റെ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നു എന്തിനാണ്? പെണ്ണേ എന്റെ മരുമകളായി എന്റെ മകൻ ഇതിനേക്കാൾ നല്ലൊരു ഭാര്യയെ കിട്ടുമോ? എന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിന് ആ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാൽക്കാരി പെണ്ണല്ല, പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണിനെ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണിനെ. എത്ര 200 പവനുണ്ടോ എന്ന് ചോദിച്ചില്ല, 500 പവനുണ്ടോ എന്ന് ചോദിച്ചില്ല. ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് തേടിയില്ല. അതുകൊണ്ട് കാരണം എന്തെന്നറിയുമോ? പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ അല്ലാഹുവിനെ പേടിച്ച പെണ്ണ്. അങ്ങനെ അല്ലാഹുവിനെ പേടിയുള്ളൊരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ, അവളാണ് നിന്റെ മരുമകളെങ്കിൽ, നിന്റെ ഭർത്താവ് 3 വർഷമായി ഗൾഫിൽ പോയിട്ട് 3 വർഷമായി ഒരു പുരുഷന്റെ സാമീപ്യം കിട്ടാതെ തെറ്റിലേക്ക് തടന്നു വീണ സാഹചര്യമുണ്ടെങ്കിലും ഏതൊക്കെ പിശാചുക്കളും ആടി വിളിച്ചാലും അല്ലാഹുവിനെ പേടിച്ചൊരു പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കില്ല. അവൾക്ക് അല്ലാഹുവിനെ പേടിയുള്ളവളാ. ഭർത്താവ് 10 വർഷമായിട്ട് ഗൾഫിലെ ജയിലിലാണെങ്കിലും എല്ലാരും പറയുന്നതെന്താ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്താ? അവൻ ഗൾഫില് പോയിട്ട് ഇത്ര വർഷമായിട്ട് തിരിച്ചു വന്നില്ലല്ലോ. പൊന്നുമോനെ, കടിയും അറിയാത്തതേത് പെണ്ണിനാ, കഴിയാത്തതേത് പെണ്ണിനാ? നമ്മുടെ ന്യായം എന്താണെന്നറിയോ? അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഗൾഫില് പോയിട്ട് 10 വർഷമായിട്ട് കിടക്കുകയാണ്. ഈ ന്യായങ്ങളൊന്നും റബ്ബിന്റെ മുമ്പിൽ പറയല്ല, ഇത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞാ മതി. അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണാണോ ഒരായുസ് കണ്ട ഭർത്താവിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വന്നാലും അവള് തെറ്റിലേക്ക് പോവില്ല. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നതെന്നറിയോ? 17ാമത്തെ വയസ്സിൽ വിധവയായി ഇന്ന് 62 വയസ്സ് വരെ അല്ലാഹുവിനെ പേടിച്ചിട്ട് 17ാമത്തെ യൗവനത്തിന്റെ പ്രായത്തിന് വിധവയായി 62 വയസ്സായിട്ടും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരു അറാബിന്റെ ചിന്ത ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ഉമ്മാടെ മോനാണ് ഈ പറയുന്നത്. ഒരു പെണ്ണിന് വേണമെന്ന് പടച്ചറപ്പിനെ പേടിയില്ലെങ്കിൽ, പടച്ചറപ്പിനെ പേടിയില്ലെങ്കിൽ ആ പെണ്ണിന് 10 വർഷമായി നീ ജയിലിൽ കിടന്നാലും അവളുടെ ശരീരം മറ്റൊരുത്തന്റെ മുമ്പിൽ തുറന്നു കൊടുക്കില്ല. കാരണം എന്താ? അവള് പാതിരാത്രിയിൽ പാലിന് വെള്ളം ചേർക്കാൻ അതാണ് പേടിച്ച പെണ്ണ. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവരോട് മക്കളെ കല്യാണം കഴിക്കാൻ മരുമക്കളെ തേടുന്ന ഉപ്പമാരുണ്ടെങ്കിൽ
ആകുന്നെങ്കിൽ വാക്ക് കേട്ടോ, ഇത് മുത്തുനബിയുടെ ഹദീസാണ്. കല്യാണം കഴിക്കാൻ പെണ്ണിനെ തേടുന്നതിന്റെ കരളിന്റെ കശനമായ ചെറുപ്പക്കാരോട്, തന്റെ മക്കൾക്ക് പെണ്ണിനെ തേടി അറിയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഇയ്യാകും വഖളറാഇദ്ദമി, ഹളറായിദ്ദമായ പെണ്ണുങ്ങളെ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കരുതേ. നോക്കാൻ സമയം പണ്ടെങ്ങാണ്ട് ഓതിയത് കല്യാണം. ഇവിടെ കല്യാണം കഴിക്കാത്ത ആളുകളില്ലേ? കല്യാണം കഴിക്കാത്തവരുടെ കൈവൊക്കെ ഇതുവരെ കല്യാണം കഴിക്കാത്തവര് ഇതുണ്ടോ? പടച്ചോടെ നഴ്സറിന്ന് കെട്ടിച്ചു കൊടുക്കും. ഒരു മനുഷ്യന്റെ കയ്യിലില്ല. കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർ വേണ്ട, മക്കൾക്ക് മരുമക്കൾ അന്വേഷിക്കുന്ന ആളുകളില്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. എന്താ അങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കരുത്, ജീവിതം തീർന്നു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്ന് ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചു പോകുമ്പോ അവന് സൗന്ദര്യവും വേണം, പണവും വേണം. തൊലിവെടുപ്പ് കൊണ്ടോ പോക്കറ്റിന്റെ കനവുകൊണ്ടോ ഏതിനെയും കെട്ടാൻ അവൻ തയ്യാറാണ്. ഒരു പ്രശ്നവുമില്ല. ആകെ ഇന്ന് മാനദണ്ഡം സൗന്ദര്യവും പണവും മാത്രമാണ്. വേറെ ഒന്നും വേണ്ട. എന്റെ നാട്ടിലൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു. കല്യാണം ഉറപ്പിച്ചപ്പോ അവന്റെ കാമുകം വിളിച്ചിട്ട്, ആ പെണ്ണിനെ കാമുകം വിളിച്ചിട്ട് കെട്ടാമരുടെ പുതിയാപ്പിളയോട് പറഞ്ഞു, നീ ഇവളെ കെട്ടരുത്, അതെന്റെ അവളെ ഞങ്ങള് പ്രണയിക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, സാധാരണ നടക്കണല്ലേ, പ്രശ്നമില്ല, മാറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അവളെ ഒറ്റയ്ക്ക് പലയിടത്ത് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു, അതിപ്പോ ആരാ പോവാത്തത്? ഞാൻ അവള് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചൊരു റൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ അത് സർവ്വസാധാരണമല്ലേ? കാരണം അവളുടെ തൊലി വെളുപ്പി അവൻ മയങ്ങിപ്പോയി. ആ പെണ്ണിനെ കെട്ടാൻ അവളെ പാലയുള്ള വേറെ ഒരെണ്ണം ഉണ്ടാവും. നീ ഒരു ദീനിയായ ചെറുപ്പക്കാരനാണോ? നിനക്കാ പെണ്ണ് തരില്ല. അവളെ കെട്ടാൻ, അപ്പൊ പിന്നെ അവളെ കെട്ടേണ്ട ഉസ്താദ് ആരേലും അവളെ കെട്ടാൻ, അവൾക്ക് സമാനമായി ജീവിച്ച ഒരു ആണ്ടറുക്കൻ അവൻ പല പേര് ചാടിയിട്ടുണ്ടാവും, അവനെ അള്ള വെച്ചിട്ടുണ്ടാവും. കാരണം ഒരു വ്യഭിചരിച്ച പുരുഷൻ വ്യഭിചാരി പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കില്ല. അള്ളാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക ഖളറായിദ്ദമായ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. സഹാബത്ത് നബിയേ, ഈ ഖളറായിദ്ദം എന്ന് പറഞ്ഞാൽ അവരാരാണ് യാ റസൂലല്ലാഹ്? ഹബീബായ നബി തങ്ങളുടെ മറുപടി, ഇംറഅത്തുൽ ഹസന ഫീ മംബതത്തി സൂഅ്. ഇംറഅത്തുൽ ഹസന നല്ല അതീവ സൗന്ദര്യമുള്ള പെണ്ണാണവൾ. പക്ഷേ ഫീ മംബതത്തി സൂഅ്, അവള് ജനിച്ചു വളർന്നത് മോശമായ ഒരു വീട്ടിലാ. അവള് ജനിച്ചു വളർന്നത്, അവരുടെ ഉമ്മ വേശ്യ പെണ്ണാണ്, അവരുടെ ഉമ്മ അന്യപുരുഷന്മാരുമായി ബന്ധമുള്ള പെണ്ണാണ്, അവളുടെ വാപ്പ അന്യ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നവളാണ്. അത്രയ്ക്ക് മോശപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച, മോശമായ സാഹചര്യത്തിൽ ജനിച്ച, നിസ്കാരമില്ലാത്ത കുടുംബമാണ്, അല്ലാഹുവിനെ പേടിയില്ലാത്ത കുടുംബമാണ്, മുടിപോവ് ചെയ്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് നടക്കുന്ന മോഡേൺ കുടുംബമാ. അങ്ങനെയുള്ളൊരു പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. അല്ലാഹുവിനെ പേടിയില്ലാത്തൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അതോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സമാധാനവും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാ. ആ പേടിയില്ലാത്തവർ ഭാര്യ നന്നാവില്ല, ആ പെണ്ണ് നന്നാവില്ല. ഈ മന്മനമായ സദസ്സിന്റെ അവസാനത്തെ ദുആക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സദസ്സിനോട് ഞാനൊരു സന്ദർഭം പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്കറിയുമല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചോരപ്പൈതലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണലാരുണ്യത്തിൽ നിൽക്കുമ്പോ പിതാവ് അങ്ങകലേക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയോ പറക്കമുട്ടാത്ത ചോരപ്പൈതലിനെ തന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പോകുമ്പോ മരുഭൂമിയുടെ ചുട്ടുപടുത്ത് കിടക്കുന്ന മണരാരുണ്യത്തിൽ ആ പെൺപൈതലിനെ വളർത്തി വലുതാക്കി അവസാനം 9 വയസ്സായപ്പോ 9 വർഷം വരെ വാപ്പ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പൊന്നുമോൻ വാപ്പയെ കണ്ടിട്ടില്ല. ഒറ്റക്ക് മരുഭൂമിയിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ട് തന്റെ മകനെ വളർത്തി വലുതാക്കി 9 വർഷം കഴിഞ്ഞപ്പോ ഉപേക്ഷിച്ചിട്ട് പോയ വാപ്പ തിരിച്ചു വീട്ടിലേക്ക് വന്നു. ആ മകന് ആരെന്ന് ചോദിച്ചില്ല. ആ മകൻ ഉപ്പയെ നിരാകരിച്ചില്ല, സ്വീകരിച്ച് വീട്ടിൽ കിടത്തി. രാത്രിയിൽ കടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയോട് പറഞ്ഞു, പൊന്നുമോളെ, ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ മകനെ ബലിയെടുക്കാൻ അല്ലാഹു എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നു. നടക്കുമോ നമ്മുടെ വീട്ടില്? ആ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട മകനെ കയ്യിൽ പിടിച്ചിട്ട് 9 വർഷം കഴിഞ്ഞ് വന്ന ആദ്യത്തെ രാത്രിയിൽ കരുത്തിറക്കാൻ ചോദിച്ചപ്പോ 9 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ആ കയ്യിലേൽപ്പിച്ചിട്ട് വാപ്പാടെ കൈ പിടിച്ചിട്ട് 9 വയസ്സുകാരൻ പോവുകയോ. പാറക്കല്ലിലേക്ക് മലത്തി കിടത്തിയിട്ട് മൂർച്ചയുള്ള കത്തിയെടുത്ത് കഴുത്തിന് വെക്കുമ്പോ ആ പൊന്നുമോ പറഞ്ഞതുപ്പാ അയ്യാ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോ. മലത്തിൽ കടത്തിയിട്ട് കത്തി വെക്കുമ്പോ വാപ്പാടെ നേരെ കാർപ്പിച്ചു തുപ്പിയില്ല. അല്ല പറഞ്ഞത് ചെയ്തോ ഉപ്പാ. മലത്തിൽ കടത്തിയിട്ട് കത്തി കഴുത്തിലേക്ക് വെക്കുമ്പോ ഉപ്പാ എനിക്കൊരു കാര്യം പറയാറുണ്ട്. എന്താണ് മോനെ? നിങ്ങൾ എന്നെ കത്തി വെച്ചിട്ട് എന്റെ കഴുത്തിറക്കുന്നെങ്കിൽ എന്നെ മലത്തിൽ കടത്തിയിട്ട് അറുക്കരുതേ, എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്കണേ. എന്തിനാണ് മോനെ? എന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാക്ക് എന്നെ അറുക്കാൻ കഴിയില്ല. അങ്ങനെ അറുക്കാൻ കഴിയാതെ വന്നാൽ അല്ലാഹു കോപിക്കില്ല ഉപ്പ, അല്ല കോപിക്കില്ല ഉപ്പ. എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്ക്. രണ്ടാമത് പറഞ്ഞ് എന്നെ അറുക്കുമ്പോൾ എന്റെ കയ്യും കാല് കെട്ടിയിട്ടിട്ട് അറുക്കണം. എന്തേ മോനെ? കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് വേദന കൊണ്ട് രക്തം പൊടിയുമ്പോ ഉപ്പാടെ പൊന്നുമോൻ വേദന കൊണ്ട് കയ്യും കാലും ഇട്ടടിക്കുമ്പോ എന്റെ ഉപ്പാടെ മനസ്സിനെ ചാഞ്ചല്യമുണ്ടായേക്കാം. അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ കഴിയാതെ പതറിപ്പോയേക്കാം. അതുകൊണ്ട് എന്റെ കയ്യും കാല് കെട്ടി വരിയണേ ഉപ്പാ. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ചിന്തിക്കാൻ കഴിയോ? മൂന്നാമത് പറഞ്ഞു ഉപ്പാ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണ് മോനെ? എന്താണ് മോനെ? എന്റെ ചോര പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, 9 വർഷം കഴിഞ്ഞിട്ട് തന്റെ മകൻ ഇങ്ങനെ വരുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, അറുക്കാൻ പോയ മകന്റെ അടുക്കലേക്ക് കൊണ്ടുപോയത് ഇങ്ങനെ ഒരു മകനെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? 9 വർഷം കണ്ട ഭർത്താവ് തന്നെ അടുക്കൽ നിന്ന് മാറി നിൽക്കുമ്പോ ആ മാറി നിൽക്കുന്ന സമയത്തൊക്കെ പൊന്നുമോനോട്, പൊന്നുമോനെ നിന്റെ ഉപ്പ നമ്മളെ ഇട്ടുകേട്ടിച്ചിട്ട് പോയത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഉമ്മയെയും മോനെയും ഉപേക്ഷിച്ചിട്ട് വാപ്പ ഇബ്രാഹിം ഫലസ്തീനിൽ പോയത്. അതുകൊണ്ട് വാപ്പയെ വെറുക്കല്ല മോനെ, വാപ്പയോട് അറിയാൻ തോന്നരുത് മോനെ. 9 വർഷക്കാലവും ഓരോ സമയത്തും വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയെ കുറിച്ചിട്ട് തന്നെ മകനോട് പറഞ്ഞു കൊടുത്ത ഒരു പ്രിയപ്പെട്ട ഭാര്യയാണ് ഇസ്മായിൽ എന്ന മകനെ സൃഷ്ടിച്ചെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടക്കമുള്ള വാപ്പ വീട്ടിലില്ലാത്ത സമയത്ത് ഓരോ നേരവും ഭക്ഷണം മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ മക്കളോട്, മക്കളെ ഈ ഭക്ഷണം ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് വയറ് നിറച്ച് കിടക്കുമ്പോ നിങ്ങളുടെ വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടേക്കുന്ന പൈസയാണ് മോനെ. നിങ്ങളുടെ വാപ്പ ഓമശ്ശേരി അങ്ങാടിയിൽ കിൻഡൽ ചാക്ക് തോളിൽ ചുമന്നിട്ട് കൊണ്ടുവരുന്ന പൈസയാണിത്. പൊന്നുമോനെ, നിങ്ങളുടെ
വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കിട്ടുന്ന പൈസയാണിതെന്ന് 3 നേരം മക്കളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ വാപ്പയില്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാര്യക്ക് മാത്രമേ നമുക്ക് നല്ല മക്കളെ തരാൻ കഴിയൂ. ആ പെണ്ണാണ് അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനത്തെ ഭാര്യ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുമാറാകട്ടെ. കട്ടപ്പെട്ടെന്ന മാപ്പയുടെ കട്ടപ്പാട് പറഞ്ഞു വളർത്തുന്ന അല്ലാഹുവിനെ പേടിയുള്ളൊരു പെണ്ണ് നമുക്ക് വീട്ടിൽ വേണം. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഇന്നീ സദസ്സ് ദുആ ചെയ്യും. 100 കണക്കിന് ഹാഫിളീങ്ങൾ ഈ സദസ്സിലുണ്ട്, 100 കണക്കിന് ആലിമീങ്ങളുണ്ട്. ഇനി ഇതേപോലെ ദുആയുടെ സദസ്സ് കിട്ടില്ല. അവസാനം ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നില്ല, അവസാനം നമ്മൾ എഴുന്നേറ്റ് നിന്ന് 10 സ്വലാത്ത് ചൊല്ലും, ദുആ ചെയ്യും. ഈ സദസ്സ് ഇനി ഇതുപോലൊരു സദസ്സ് കിട്ടുമോ? എത്ര ഹാഫിളീങ്ങളാണ് ഈ സദസ്സിൽ, എത്ര ഹാഫിളീങ്ങളാ. ആരാ ഹാഫിള് എന്നറിയുമോ? ഇന്നെന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇന്ന് ലോഹറായപ്പോ ഈ വിനീത നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലത്തടുത്തുള്ള അബ്ദുല്ലാ ഹിഫ്ളുൽ ഖുർആൻ 50 ഹാഫിളീങ്ങളായ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് 12 വയസ്സുകാരൻ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സയ്യിദ് 12 വയസ്സുകാരനാ. ആ പൊന്നുമോൻ ഇന്ന് ഹാഫിളായി. ഇന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവന്റെ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് അവൻ 1 വർഷം മുമ്പ് തുടങ്ങിയ ഖുർആൻ അവസാനം വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ആ പൊന്നുമോൻ ഖുർആന്റെ മുഴുവൻ ആയത്തുകൾ കാണാതെ പഠിച്ചു. അവൻ ഓതി തീർന്നു. ഞാനടക്കമുള്ള ഉസ്താദന്മാർ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. ആ 12 വയസ്സുള്ള എന്റെ അരയുടെ പൊക്കം പോലും ഇല്ലാത്ത പൊന്നുമോൻ അവനായത്ത് ഓതി തീർന്നു. ഇന്ന് രാവിലെ സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങി അവസാനം വരെ ഒറ്റ ഇരുപ്പിൽ ഖുർആൻ മുഴുവനും കാണാതെ സ്കൂളിലെ പഠനത്തോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് സ്കൂളിന്റെ പഠനത്തോടു കൂടി ഇന്നലെ മുതൽ തുടങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതി ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നിട്ട് അവസാനം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഓതി തീർന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. പിന്നെ എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാ പൊന്നുമോനാരായി 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അവൻ അനുവാദം കിട്ടി. ഇനി അവനെ തൊടണമെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ വധു എടുക്കണം. അവനെ കബറിൽ വെച്ചാൽ പുഴുക്കൾ പോലും ആ പൊന്നുമോന്റെ ശരീരത്തിൽ തൊടില്ല ഉമ്മ. അവന്റെ ശരീരം നരി ഈ കബറിലെ പുഴുക്കൾക്ക് ഹറാമായി. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായി. ഇതേപോലെ എത്ര സുഹൃതങ്ങളാണ്. അല്ലാഹുവേ നാളെ മരിച്ചിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 6 മണ്ണിലേക്ക് പ്രയോജനം ചെയ്യുന്ന അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും മക്കളും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ആകട്ടെ നമ്മുടെ ഇന്നത്തെ സദഖ. ഈ വക്കറ്റുമായിട്ട് നിന്ന സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒരു പള്ളിക്ക് വേണ്ടി അല്ലാഹ് കേട്ടു വിട്ടപ്പെട്ട ഭവനത്തിന് വേണ്ടിയാണ് ഈ കൊടുക്കുന്ന ഓരോ സദഖകളും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ, ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ, ഒരു 3 സലാത്ത് ചൊല്ലിയത് വാക്കവിയുടെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല അവസാനത്തെ സലാത്തിനും ദുആക്കും ആമീൻ പറയാൻ. അതിൽ ക്യാൻസർ മാറിയിട്ടുണ്ട്, അതിൽ മക്കളുണ്ടായവർ എത്ര ആളുകൾ, എല്ലാ പ്രശ്നങ്ങളും മാറിയ എത്ര ആളുകൾ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നും എന്റെ ഹിഫ്ള്
കുവൈറ്റിൽ വന്നിട്ട് കരുവാരക്കുണ്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഭർത്താവിന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ബ്ലഡ് ക്യാൻസർ വന്നു. ഡോക്ടർമാര് കൈയൊടിഞ്ഞു. ഉസ്താദിന്റെ സദസ്സിൽ 6666 സദക്ക തീരുമാനിച്ചു. ഇപ്പൊ എന്റെ ഭർത്താവിന്റെ രോഗശിഫയായി. ഞാൻ ഈ ഹാഫിദീങ്ങളായ മക്കളെ ഒന്ന് കാണാൻ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വന്നതാ. അത്ഭുതങ്ങൾ നടന്ന സദസ്സാണിത്. അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്ക് സദക്ക ചെയ്യുന്നവർ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഏതാഗ്രഹത്തോടെ പറയുന്നുവോ നീ അതിനെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, രോഗങ്ങളുള്ളവരാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. നമ്മുടെ ഈ ദുആയ്ക്ക് നമുക്ക് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ജീവിതത്തെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. ഒരാൾ ഒഴിവാകരുത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ഈ സദസ്സിൽ എല്ലാവരും പങ്കാളികളാകി അല്ലാഹു നമുക്ക് എല്ലാവിധ ദറജാത്തുകളും എല്ലാവിധ നന്മകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ക്യാമറ വന്നുള്ളൂ, ഇനി 5 മാത്രം അത് നമുക്ക് പറയണം. അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടാകേണ്ടത് അള്ളാഹുവിനെ പേടിയുണ്ടാവണം. അവന്റെ കനത്ത നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്റെ റബ്ബിനെ കളിപ്പിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മൾ നന്നാവും. നമ്മുടെ മരണം നന്നാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കുളിപ്പിച്ച് ഖബറടക്കി ദുആ ചെയ്തു. വലിയ സംഭവമാണ്. എന്തായിരുന്നു കാരണം? ആ കാരണം മറ്റൊന്നും അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തരാക്കി. ധാരാളം ആളുകൾ ഈ സദസ്സിൽ ഇത്രയും വൈകിട്ടും ഇരിക്കുന്നത് അവസാനത്തെ സ്വലാത്തിന് ദുആയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു വളരെയേറെ കബൂലാക്കിയിട്ട് എന്റെ സദസ്സിൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം, ധാരാളം ആളുകൾ ക്യാൻസർ ബാധിച്ചവർ, ഡയാലിസിസ് നടക്കുന്നവർ, ജീവിതം വഴിമുട്ടി നിന്നവർ വന്നിട്ട് ഉസ്താദേ ആ സദസ്സിൽ പങ്കെടുത്തു, ദുആ ചെയ്തു, സദഖ ചെയ്തു. 6666 രൂപ, 40,000-ലധികം ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സന്തോഷവാന്മാരാണ് ഭൂരിഭാഗം ആളുകളും. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു. എറണാകുളം ലേക്ഷോറിൽ ഡോക്ടറുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ എം.വി. ഗംഗാധരൻ. അള്ളാഹു നമ്മളെ മാരക രോഗത്തിൽ നിന്ന് കാക്കട്ടെ. മാഷ് പറഞ്ഞോട് ബഹുമാനപ്പെട്ട പാവപ്പെട്ടവന് വേണ്ടി ജീവിച്ച ലാളിത്യത്തിന്റെ ഉടമ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് മഹാനവറുകളുടെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. പാവങ്ങൾക്ക് ഫ്രീ ആയി ചികിത്സിക്കാൻ, സമ്പന്നർക്ക് ഫീസ് വാങ്ങിച്ച് ചികിത്സിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പാണക്കാട് പൂമരത്തണൽ പാവപ്പെട്ട തങ്ങളുടെ പേരിൽ ഈ മലയാള മണ്ണിൽ ഒരു മെഡിക്കൽ കോളേജ് ഉയരാൻ പോകുന്നു. അള്ളാഹു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണം വരെ രോഗികളായി അള്ളാഹുവെ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കല്ലേ. അള്ളാഹുവെ ഒരിക്കൽ ഖത്തറിൽ ഞാൻ പോകുമ്പോൾ അവിടെ അദ്ദേഹം ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിസിറ്റിംഗിലുണ്ട്. ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കാണാനിടയായി. അപ്പോ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന KMCC-യുടെ ഭാരവാഹികൾ. അദ്ദേഹം മലയാളി സമാജത്തിന്റെ പരിപാടിക്ക് വന്നതാണ് ബഹ്റൈനിൽ. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കവിയാണ്, ഞങ്ങളൊരു പ്രഭാഷകനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഗംഗാന സാർ ചോദിച്ചു ഏത് വാക്കവി? അദ്ദേഹത്തിനാണെങ്കിൽ ഏത് വക്കാവിയാണെന്ന് വിളിച്ചു. ഇപ്പോഴും എന്നെ കബീർ വാഫക്കി തങ്ങളെന്ന് വിളിക്കുന്ന ആളുകൾ. ഞാൻ പിന്നെ ഒരു ബഹുമതി അല്ല നോക്കിണ്ടാതെ വക്കാവി ഏത് വക്കാവിയാണെന്ന് ചോദിച്ചു. അവനിതാണ് കബീർ വക്കാവി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടെന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ലേക്ഷോറിലെ ഡോക്ടർ ടി.വി. ഗംഗാധരൻ എന്റെ പേര് കേൾക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ മുമ്പിൽ ധാരാളം ക്യാൻസർ രോഗികൾ വരും.
അവരൊക്കെ അവസാന ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് റിസൾട്ട് പറയാൻ നേരത്ത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഞാൻ അവരുടെ മുമ്പിൽ വായു മുട്ടും. അവർ എന്നോട് പറയും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഡോക്ടർ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ കബീർ ബാക്കി ഉസ്താദിന്റെ സദസ്സിലെ 6666 നിയത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ് രോഗം മാറിയ രോഗികളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞതൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ സദസ്സിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഓരോ സദസ്സുകൾക്കും അദ്ദേഹം നേരിട്ട് അനുഭവം പറഞ്ഞതാണ്. ലക്ഷറിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചുപോയ ആളൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞതാണ് എത്രയോ അത്ഭുതങ്ങൾ ഇതിന്റെ പേര് നടന്നിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ മഹാസദസ്, ഈ ദുആടെ സദസ്, ഈ പാതിരാത്രിയിൽ നാം ചെയ്യുന്ന ഒരു കാര്യം അല്ലാഹു നിരർത്ഥകമാക്കുകയില്ല. ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി അല്ലാഹുവിന്റെ നാമം 5 നേരം ഉയർന്നു കേൾക്കുന്ന ഈ പുണ്യമായ മസ്ജിദിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ നിയത്ത് ചെയ്ത് ഞാനിത് ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. സാമ്പത്തിക മാന്യം ഗൾഫിലുമുണ്ട്, നാട്ടിലുമുണ്ട്. ഒരാളുടെ കയ്യിൽ പോലും പൈസ ഇല്ല. പണ്ടൊക്കെ പറഞ്ഞാല് 1 ലക്ഷം രൂപ ചോദിച്ചാൽ 10 പേര് പറയും. ഇപ്പൊ 10 രൂപ ചോദിച്ചാൽ ഒരാൾ പോലും പറയാത്ത അവസ്ഥയിലായി. എന്നാലും അൽഹംദുലില്ലാഹ് ഇന്നലെ ഞാൻ മാണിയമ്പലത്ത് പ്രസംഗിക്കുകയാണ്. സാമ്പത്തിക മാന്യം എന്നോട് ആളുകൾ പറഞ്ഞു ഉസ്താദ് ഒന്നും ചോദിച്ചാൽ കിട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ അവിടെ ഞാൻ വഅദ് പറഞ്ഞു. ആളുകളോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ തരാൻ 1 ലക്ഷം ആരെങ്കിലും കയ്യിലുണ്ടോ? ഒരാളും അനങ്ങിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. ഉടനെ അപ്പുറത്ത് നിന്നൊരു സഹോദരി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഉസ്താദേ എന്റെ വാപ്പ എനിക്ക് തന്ന സമ്പത്തിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ഹിഫ്ളുൽ ഖുർആൻ തന്നേക്കാം. ഒരു സഹോദരി അല്ലാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് വരുമ്പോ വേറൊരു ഉമ്മ എഴുന്നേറ്റുകൊണ്ട് 40 സെന്റ് ഞാൻ തന്നേക്കാം. മൂന്നാമത്തെ ഒരു പെണ്ണ് അവര് 30 സെന്റ് ഞാൻ കൊടുത്തേക്കാം. ആ 1.5 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ കൊടുത്താൽ 1 വർഷം കൊണ്ട് തീരും. 1.5 ഏക്കർ സ്ഥലം ഹത്തൽ ചെയ്യാൻ അവിടെ കിടക്കണം. സന്തോഷമായി അവർക്ക്. കാരണം എന്തെന്നറിയോ? അവസാനം അത് കഴിഞ്ഞപ്പോ 1 ഏക്കർ തന്ന ഉമ്മ എന്റെ അടുക്കൽ വന്നു കാണാൻ. ഞാൻ ചോദിച്ചു എന്തേ 1 ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഉസ്താദ് ഏതാണ്ട് സെന്റിൽ 1.5 ലക്ഷം രൂപ കിട്ടും. അല്ലാതെ അയലോക്കക്കാരന്റെ വഴി തടഞ്ഞിട്ട് അങ്ങോട്ട് നടക്കാൻ കയറാൻ പറ്റാത്ത 1 ഏക്കർ അല്ല. നമ്മള് പള്ളിക്ക് കൊടുത്ത വഴിയില്ല. ഏതായാലും അതിനകത്തൂടെ പിന്നെ ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ പറ്റും. ഹെലികോപ്റ്റർ വന്നിറങ്ങണോ പിന്നെ യൂസുഫലിയൊക്കെ വാങ്ങിച്ചാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലം പള്ളിക്ക് കൊടുത്തിട്ട് ഒഴിവാകലല്ല. പള്ളിയിൽ മുസ്ലിയാർ വീട്ടിൽ വന്ന ചോറുണ്ടാ നേരത്തെ ഏതായാലും ചാവാൻ പോണ കൂടി ഏതായാലും ചാവുന്ന ഇതിനെ പിടി തടുത്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞ ഈമാനല്ല. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവര് പറഞ്ഞു ഉസ്താദേ എന്റെ 1 മാറ് ക്യാൻസർ വന്നിട്ട് എടുത്തു കളഞ്ഞതാ. 2ാമത്തെ മാറിലേക്ക് ക്യാൻസർ വന്നു. ആ ഉമ്മ പറയാൻ ഡോറിന്റെ അടുക്കൽ നിന്ന് അവസാനം ഞാൻ എന്റെ ജീവിതം അപകടത്തിലാന്ന് കണ്ടപ്പോ അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഓതന വന്നത്. ഞാൻ നിയ്യത്ത് ചെയ്തു ഇൻഷാ അല്ലാഹ് ഈ രോഗം ഇതോടെ ഭേദമാകണം. ഞാൻ ആ സദസ്സിൽ ആദ്യമായിട്ട് കയ്യിൽ കിടന്ന വളവൂരി തന്നത് ഞാനാ. എന്റെ ആ രോഗം പൂർണ്ണമായും ശിഫയായി. ഇനി എനിക്ക് എന്തിനാ സ്വത്ത്? അതുകൊണ്ട് ഞാൻ വേണ്ടി തന്നതാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈമാനോടെ അല്ലാഹുവിനോടുള്ള ചിന്തയോടെ ഏതു പ്രയാസത്തിൽപ്പെട്ടാലും ആ കുടുക്കുകൾ ഊരണം. എന്റെ ജീവിതം സന്തോഷമാകണം. ഒരു 66,666 രൂപ 6,566 × 10 66,666 രൂപ. ഇതേവരെ 982 പേരും ഈ സദക്ക പറഞ്ഞിട്ടുണ്ട്. എന്റെ സദസ്സിൽ കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. 982 ആളുകൾ ഈ മഹാസദസ്സിൽ നിന്ന് ഉസ്താദെ ഈ പള്ളിക്ക് വേണ്ടി 66,666 രൂപ ഞാൻ മനസ്സിലുറപ്പിച്ച് നിയത്ത് ചെയ്യുകയാ. എന്റെ എല്ലാ പ്രയാസങ്ങൾ ഏതാഗ്രഹമാണ് എന്റെ സദസ്സിൽ ഇത് നടക്കണം. ഏത് ബുദ്ധിമുട്ടാണോ അല്ലാഹു മാറ്റി തരണം. ആ ഒരു നിയത്തോടെ ഈ മഹാപരിവാരത്തിൽ നിന്ന് ഈ സദസ്സ് എനിക്കും എന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാകും എന്ന ഈമാനോടെ അൽഹംദുലില്ലാഹ് പറയാൻ ഏതെങ്കിലും അല്ലാഹു നിഅമത്ത് തന്ന ഒരു സഹോദരൻ തയ്യാറുണ്ടെങ്കിൽ 1 വള ഈ പള്ളിക്ക് വേണ്ടി തരാൻ ആ ഉമ്മ പറഞ്ഞതുപോലെ ആ ദുആ കൊണ്ട് അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ഞാൻ പിരിവിന് വേണ്ടി മുതിരില്ല. ഞാൻ പിരിവ് നിർത്തിയ ആളാ. ആരെങ്കിലും സദസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹ് സി ഇസ്മായിൽ കുട്ടി സാഹിബ് 66,666 രൂപ 998 983
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഇളയച്ചില്ല വട്ടോളി ആദ്യം വന്നപ്പോ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി 66,666 പറഞ്ഞാളാ. രണ്ടാമതും അതേ സംഖ്യ അദ്ദേഹം പറയുന്നെങ്കിൽ എന്നാ പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ ലാഭമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് നീ ഉന്നമനം നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഗുണം നൽകണേ ഈയിടെ മരണപ്പെട്ട ജ്യേഷ്ഠന്റെ പരലോക ഗുണത്തിന് പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹുവേ. ആ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ കബറത്തിലേക്ക് ഈ 10,000ങ്ങളുടെ ദുആകളെ നീ എത്തിക്കണേ കബറിടം വിശാലമാക്കണേ ഈ സദസ്സിലിരിക്കുന്ന ഒരു മാന്യനായ സഹോദരൻ വെല്ലുമാട് അസുഖം മാറാനും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാനും 50,000 രൂപ അല്ലാഹുവേ മാഷാ അല്ലാഹ് തബാറകല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ വെല്ലുമാട് അസുഖം പൂർണ്ണ ശിവയാക്കണേ റബ്ബേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അദ്ദേഹത്തിന്റെ മകളെ അല്ലാഹുവേ മക്കളെ നീ സാലിഹാത്തുകളിൽ പെടുത്തണേ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അൽഹംദുലില്ലാഹ്. ഈമാൻ കിട്ടി മരിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മാതാവിന്റെ ആരോഗ്യത്തിനും പിതാവിന്റെ പരലോകത്തിനും കച്ചവടത്തിന്റെ പുരോഗതിക്കും അബ്ദുൽ മജീദ് കച്ചേരിക്കുന്നുമ്പോൾ 1,00,000 രൂപ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ആരും പോകണ്ടാട്ടോ, ഞാൻ പിരിക്കൂല, ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് എന്റെ ഇടയിൽ ഞാൻ ബാക്കി കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഏതായാലും ഇളയച്ചിലുകാരെ ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ സദസ്സിലൊക്കെ ഇങ്ങനെ വളരെ കുറവാണ്. എല്ലാവരും വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ്. അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ ആ സഹോദരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈമാൻ കിട്ടി മരിക്കലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാനോട് മരിപ്പിക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഖൈറ് നൽകണേ മാതാവിന് ആരോഗ്യം നിലനിർത്തണേ കട്ടപ്പെട്ട് വളർത്ത ഉപ്പാന്റെ പരലോകം നീ വിശാലമാക്കണേ ഇത് തന്ന സാമ്പത്തിക മേഖല ഏതാണോ അതിന് ബറക്കത്ത് നൽകണേ പെട്ടെന്ന് ബാക്കി വിഷയം പറയണം ദുആ ചെയ്യാം. തീയക്കണ്ടിയിൽ അസ്ഗർ സാഹിബ് 1,00,000 രൂപ. ഇതിനു മുമ്പ് പ്രഗത്ഭരായ 3 പ്രവാചകർ കടന്നുപോയി. സിംസാറിലൊക്കെ ഹുദവി, അൻവർ മുഹീദ്ദീൻ ഹുദവി, സിംസാറിലൊക്കെ ഹുദവി. മിടുക്കിലൊട്ടും പുറകിലല്ല, നമ്മളെക്കാളൊക്കെ മിടുക്കനാണ്. ഇവിടെ ദേശീയ നേതാവിന്റെ പ്രസംഗം പരിഭാഷ നടത്തിയപ്പോ ചാനലിൽ നിന്നിട്ട് കാവാത്ത് നടത്തുന്ന കാപാലികരുടെ കാത് പോലെ തുളച്ചു പോയപ്പോ ബനാത്തുവാല ജാലിഹൃദായിൽ വന്നപ്പോ അന്ന് ഇംഗ്ലീഷ് പ്രസംഗം തർജ്ജമ ചെയ്തത് 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിംസാറിലൊക്കെ ഹുദവിയാണ്. ഹാർവാർഡ് സർവകലാശാലയിലെയും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയും ഇംഗ്ലീഷ് ഭാഷയുടെ അക്ഷരങ്ങൾ അലക്കി കുടിച്ച ശാസ്ത്ര ഭാഷാ വിശാരദന്മാരിൽ നെയ്തുണ്ടാക്കിയ ഡിക്ഷണറിയിൽ, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഡിക്ഷണറിയിൽ 8 തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് മലയാളത്തിലെ മലപ്പുറം ജില്ലയിലെ അക്ഷരം തിരിയാത്ത മലയാളം കണ്ടുപിടിച്ച ദാറുഹുദയിൽ നിന്ന് പാസ്സായി പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന ദാറുഹുദയുടെ പുത്രൻ അബ്ദുൽ നൂർ ഹുദവിയാണ്. കോടിയിറക്കാൻ മുല്യാരപ്പെടുപ്പിക്കുന്ന സ്ഥാപനമല്ല സമസ്ത നടത്തുന്നത്. നിങ്ങൾ വിചാരിച്ചത് കോടിയിറക്കാൻ മുല്യാരപ്പെടുപ്പിക്കുന്ന സ്ഥാപനം നടത്തുന്ന സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ലോകത്തിന്റെ ഏറ്റവും വലിയ അക്ഷര വിപ്ലവത്തിന്റെ ആത്മീയ ഭൗതിക സമന്വയ സമ്മിശ്ര അക്ഷര വിദ്യാഭ്യാസ വിപ്ലവ ആവിഷ്കാരത്തിന്റെ കലാലയം നടത്തുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയുടെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഭാഷാ പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ
നിങ്ങൾ കാണിച്ച ഡിക്ഷണറിയിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ പുലിക്കുട്ടികളെ ഉണ്ടാക്കി. ന്യൂസിലാൻഡിൽ പള്ളിക്ക് പോയി കുറ്റിയെടുക്കലല്ല, ന്യൂസിലാൻഡിൽ ഭാഷാ പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്ത ചുണക്കുട്ടികളുടെ ഉപോൽപ്പന്ന സ്ഥാപനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹു ആ സ്ഥാപനത്തിൽ അതിന്റെ 90ാം വാർഷികം ഏപ്രിൽ 14 തീയതി 11 മുതൽ 14 വരെ ആലപ്പുഴ കടപ്പുറത്തിന്റെ തിരകൾ മുഴുവനും തിരമാലയാണോ കൂടുതൽ മനുഷ്യരാണോ കൂടുതൽ എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാണ്. ആലപ്പുഴയുടെ തീരദേശ പ്രദേശം ചരിത്രത്തിന്റെ മുകളിൽ വാവളിച്ചു നിൽക്കുമ്പോ സദാത്തുകളുടെ ഈ സൂഫിസത്തിന്റെയും ദുആയ്ക്ക് മറുപടി പറയാൻ ഈ ജനസഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അതിന്റെ ഒരു പ്രിയപ്പെട്ട രക്ഷാധികാരി എന്ന രീതിയിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹം പ്രസംഗിച്ചു പോയി, അൻവർ മുഹീദ്ദീൻ ഉലവി പ്രസംഗിച്ചു പോയി, നൗഷാദ് വാക്കവി പ്രസംഗിച്ചു പോയി. 3 പേര് പറഞ്ഞു 4-ാം തീയതി നാലാമത് വേറൊരു കാലം വരുന്നുണ്ട്, പൈസയൊക്കെ അദ്ദേഹം പിരിച്ചോളൂ. ഈ ദുആയ്ക്ക് ഇജാബത്ത് കൊണ്ടാണോ എന്നറിയാൻ പാടില്ല. കാശ് മേടിക്കൽ ഇപ്പൊ എന്റെ ജോലിയായിട്ട് മാറിയിരിക്കുക. ആ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം തരുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളെ കബൂലാക്കി തരട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പിരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിക് സെന്റർ നടക്കുന്നു, എത്രയോ സ്ഥാപനങ്ങൾ നടക്കുന്നു. അസ്ലം സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കണ സമയത്തിനായി എന്ന് എനിക്കറിയാം. ഏറ്റവും ധൃതിയുള്ള ഞാനാണ്. എനിക്കിന്ന് വീട്ടിൽ പോകേണ്ട ദിവസമാണ്. ഒരാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അസ്ലം സാഹിബിന്റെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ബാബു ഉടുക്കിൽ 1 ലക്ഷം രൂപ വന്നില്ല. ചെറിയൊരു കുടുക്കിൽ ആളുകൾ പെടുത്തി, എന്നാലും കുടുക്കി നമുക്ക് രക്ഷപ്പെട്ടു. അല്ലാഹു സ്വീകരിക്കട്ടെ. എതിരാളികളില്ലെങ്കിൽ പിന്നെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും? അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ബഹുമാനപ്പെട്ട ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നാസ്രഫയിൽ കൂടത്തായി ബഹുമാനപ്പെട്ട ശംസുലമയുടെ പേര് ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങിയപ്പോ അതിന്റെ ഒരു നിലം മുഴുവനും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഏറ്റെടുത്ത മാന്യ സഹോദരനാണ് ബാബു കുടുക്കിൽ. അള്ളാഹു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതിന്റെ ദറജാത്തിൽ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഹംസാന്റെ ഹാരിസ് പറക്കുന്ന 50,000 രൂപ. ഈ നാട്ടുകാര് നല്ല സദഖ ചെയ്യുന്ന ആളുകളാണല്ലോ. എന്താ ഇളയറ്റിലെ നാട്ടുകാർ നല്ല സദഖ ചെയ്യുന്ന ആളുകളാണല്ലോ. ഇവിടെ ഖത്തീബിന്റെ പോസ്റ്റുകൾ ഒഴിവുണ്ടോ? അല്ല, അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും മതി, നിങ്ങൾ മെയിൻ ആയിക്കോളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിതാവിന്റെ പരലോക ഗുണത്തിനു വേണ്ടി അള്ളാഹുവേ ആ പിതാവിന്റെ പരലോകം നീ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ അള്ളാഹുവേ ആ പിതാവിന്റെ പരലോകം വിശാലമാക്കി സ്വർഗീയ ദറജാത്തുകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. നീ അയച്ചിട്ട് വാങ്ങു പറഞ്ഞു. ഓക്കെ, അബ്ദുസലാം അലി 25,000 രൂപ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കട്ടെ. അള്ളാഹു ജീവിതത്തിലെ മലക്കുകളുടെ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹമ്മദ് ഹാജി കച്ചേരിക്കുന്ന മഹലിന്റെ പ്രസിഡന്റാണ്. 20,000 രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. സി മുഹമ്മദ് ഹാജി 666 രൂപ. രോഗശമനത്തിന് ഈമാനോടെ മരിക്കാൻ ദുആ ചെയ്യാൻ രോഗത്തിന് നീ ശമനം നൽകണേ അല്ലാ. ഈമാന സലാമത്താക്കണേ അല്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഉഷാറാവി. സമയം ഇച്ചിരി താമസിച്ചു തുടങ്ങിയ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും 1:30 മണി വരെ സമയമുണ്ട്. ഇത് വലുതാണോ അതോ ഭാഗവത സപ്താഹയത്നോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി വഫാത്തായി. ആ പ്രിയപ്പെട്ട യുവാവായ സഹാബി വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രിയപ്പെട്ട സഹാബിയുടെ കഫം പതിഞ്ഞത് മുത്തു നബിയാ. ആ പ്രിയപ്പെട്ട സഹാബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മുത്തു റസൂലുള്ളാഹ. ആ പ്രിയപ്പെട്ട സഹാബിയായ ചെറുപ്പക്കാരന് വേണ്ടി അവിടുത്തെ റിസാലത്തിന്റെ കൈകൊണ്ട് ഖബർ കൊടുത്ത് ആ ഖബറിലേക്ക് താൻ തന്നെ കഫം പൊതിഞ്ഞ, താൻ തന്നെ ഖബർ കൊടുത്ത ആ ഖബറിലേക്ക് പ്രിയപ്പെട്ട ഇമാമായ സഹാബിയെ ഖബറടക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഇതിന് സാക്ഷിയായി നിൽക്കുകയാ. ഖബറടക്കിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് വേണ്ടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ അപൂർവമായ ഭാഗ്യം കിട്ടിയപ്പോ സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ സമാപനത്തിൽ എന്റെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കിട്ടുന്ന പേരും പദവിയും ഒന്നും ഭാഗ്യമല്ല. വാക്കവി എന്ന പ്രഭാഷണത്തിന്റെ കുലപതി എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയിലെ വെള്ളം എന്ന് പറ്റുന്നു. കുലപതിയുടെ കൂത്താട്ടം അവസാനിക്കും. ലോകത്തെ എത്തി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞ് മരിച്ചു കിടക്കുന്ന നേരത്ത് നമ്മുടെ പേരിൽ നിസ്കരിക്കാൻ ലക്ഷങ്ങൾ കൂടിയോ ഇളയത്തിരി വട്ടോളിയിൽ വളർന്നു പറയുമ്പോ പാടം മുഴുവനും നിറഞ്ഞു കവിഞ്ഞിട്ട് ആളുകൾ റോഡിൽ നിൽപ്പായിരുന്നെന്ന് നാളെ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഈ ജനക്കൂട്ടം എന്നെ അഹങ്കരിപ്പിക്കുന്നില്ല. ഈ ജനക്കൂട്ടം എന്റെ മനസ്സിൽ അഹങ്കാരം തരുന്നില്ല. ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ തൊട്ട ഒരു ദുആയുണ്ട്. റബ്ബേ, അഹ്മദ് കബീർ എഴുന്നേറ്റവന്റെ സ്വരം കൊണ്ട് വളർന്നു പറയുമ്പോഴല്ല, ഞാനിങ്ങനെ നീണ്ടു നിവന്ന് കിടക്കുമ്പോ ഇതുപോലൊരു ജനക്കൂട്ടത്ത് എന്റെ ഹൃദയത്തിന്റെ മയ്യത്തിന്റെ പുറകിൽ നൽകണേ അല്ലാ. അതാണ് ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യമാണ് മയ്യത്തെടുക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു. ഓരോരുത്തരായി മയ്യത്ത് നിസ്കരിക്കുന്നു. ജനം മുഴുവന് കിലോമീറ്ററോളം ഒരു മഹാമനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കാത്തു നിൽക്കുന്നു. ഖബറടക്കാൻ നിവർത്തിയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തെടുക്കുമ്പോൾ അടുത്ത ജനക്കൂട്ടം വരും. അതും കൂടെ നിസ്കരിച്ചോളാൻ അനുവാദം കൊടുത്തിട്ട് മയ്യത്തെടുക്കാൻ പോകുമ്പോ അടുത്ത 10,000 ആളുകൾ വരും. അവസാനം വിളിച്ചു പറഞ്ഞു മൈക്കിലൂടെ മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ആരും മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ട. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം കേൾക്കാൻ കഴിയുമെങ്കിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഏറ്റവും വലിയ ജനക്കൂട്ടം കൂടിയ മയ്യത്ത് നിസ്കാരം എന്ന ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ മയ്യത്ത് നിസ്കാരം ഏതെന്നറിയോ? ആമീൻ പറഞ്ഞോ മനുഷ്യന്മാരെ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചിട്ട് പോകുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദാ മാനവരുടെ മയ്യത്തിന്റെ പുറകിലാണ്. ഇനി മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചു. ഇനി ആരും മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ട. തങ്ങളാദരിച്ച ഏതൊരു മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വളവെടുത്തിട്ട് വാഴക്കാട് ഗ്രാമപ്രദേശത്തെ വെള്ളം മുഴുവനും തീർന്നപ്പോ തങ്ങളുടെ ജീവിതത്തിലേറെ സ്നേഹിച്ച മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വളവെടുക്കാൻ വാഴക്കാട് ഹൈന്ദവ പെണ്ണുങ്ങള് പാത്രത്തിൽ വെള്ളം കോരി വെച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ആത്മീയ നേതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വാഴക്കാട്ട് ഹൈന്ദവ കുടുംബങ്ങൾ വെള്ളം കോരി വെച്ച് കൊടുത്ത തിരക്ക് കാരണത്താൽ മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ മാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദാ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് മോനെ. അല്ലാതെ നീയൊക്കെ ജീവിക്കുന്നത് പോലെ അണുകുടുംബത്തിൽ ജനിച്ച രാസനിർമ്മാണശാലയിലെ ഉപോൽപ്പന്നങ്ങളായി ബർഗറും KFCയും ചിക്കിങ്ങും കഴിച്ച് മൊബൈൽ ഫോണില് ഗെയിമും കളിച്ച് തവള കാലി വെച്ചതുപോലെ പാറി പാറി നടന്ന് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരായി നടക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, മരിച്ചു കിടക്കുന്ന നേരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പുറകിൽ കൈകെട്ടിയിട്ട് എന്ന് പറയാൻ കഴിഞ്ഞു. അതാണ് ജീവിതത്തിലെ സൗഭാഗ്യമെങ്കിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ തന്റെ നിസാരത്തിന്റെ കൈകൊണ്ട് കഫം പൊതിഞ്ഞ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കബറടക്കി. അല്ലാഹുവിന്റെ റസൂൽ 7 പേരെ മാത്രമേ ഇങ്ങനെ കബറടക്കിയിട്ടുള്ളൂ.